ഹായ്, എല്ലാവർക്കും ജോക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്കാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിൻ്റെ അതേ രുചിയിൽ തന്നെയാണ് ഈ കേക്ക് ഉണ്ടാവുക. പിന്നെ അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും ഇല്ല, നമ്മൾ മൈദയും കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കല്ലേ. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ മുന്തിരിയും ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അരക്കപ്പോളം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അത് നെകക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു ഓവർനൈറ്റാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1/4 കപ്പ് പഞ്ചസാര ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണം നിർബന്ധമില്ല, തന്നെ ഇരുന്ന് വേണമെങ്കിലും ഇതിങ്ങനെ അലുത്തോളും. അപ്പോൾ ഇതിവിടെ അലത്ത് വന്നിട്ടുണ്ട്. ഒരു കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അത് പോരാ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് പതയൊക്കെ വന്ന് തുടങ്ങും. ആ പതയെല്ലാം നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ അതിന് ശേഷം ഒരു 10 സെക്കൻഡും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതിയാകും. പിന്നെ ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് ചീനച്ചട്ടി ചൂടാവുന്നിടം വരെ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി നോക്കുക. ഇതിലിപ്പോൾ കട്ടയൊന്നുമില്ല. ഇൻ കേസ് കട്ട എന്തെങ്കിലും വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചൂടാകുമ്പോഴത്തേനും കട്ടയെല്ലാം അലുത്ത് പോകും. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അമൃതം പൊടിയാണ് എടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണിത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോഷകാഹാര പൊടിയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ 1 കപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇതെല്ലാം അളവ് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണം നിർബന്ധമേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ജാതിക്കയും ഏലക്കയും ചേർക്കുന്നത് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങളിത് തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ എടുത്തതിൻ്റെ പകുതി അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം. കാരണം അമൃതം പൊടിയിൽ നല്ല അങ്ങനെ തരിതരിപ്പായിട്ട് കാണും. അതുകൊണ്ട് ഇത് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ഞാൻ ഇതിലിവിടെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടിത് മിക്സ് ആകും. ഇത് 3 പ്രാവശ്യം ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. ഈ അമൃതം പൊടിയിൽ തന്നെ ഒരു മധുരം ഉള്ളതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 4 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ പ്ലം കേക്കിന് ഈ ഗ്രാമ്പൂൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി നമ്മുടെ പാനും കുക്കറും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ടുണ്ട്. വാഷർ അതിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കണം. ഒരു 10 മിനിറ്റോളം മതിയാകും. അപ്പോൾ നമ്മൾ ഇന്നലെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടി ഇതിവിടെ നന്നായിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് ഇത്തിരി വീർത്തിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഓറഞ്ച് ജ്യൂസ് മാറ്റിയിട്ട് ആ മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടി മാത്രം കോരിയെടുക്കുക. അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പൊടിയുമായിട്ട് മിക്സ് ചെയ്യുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ അമൃതപ്പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടും അമൃതം പൊടിയിൽ അങ്ങനെ പൊടി ഇടുമ്പോഴത്തേനും അങ്ങ് കുഴഞ്ഞു പോയതുപോലെ ഇരിക്കും. അത്ര ഡ്രൈ ആയതുപോലെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മൈദ ഉപയോഗിച്ചത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും ബദാമും ഒന്ന് അരിഞ്ഞെടുത്തതാണിത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ടും ബദാമും ഓരോർക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു മിക്സിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുവിധം മധുരം മുന്നിട്ട് നിൽക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണമെങ്കിൽ ഇതിലൊരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു കളർ കേക്കിന് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ്, അതിൻ്റെ വെള്ളഭാഗമില്ലാതെ വേണം ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്കൊരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഓയിൽ എടുക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയൊന്നും എടുക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ വേറെ മണമില്ലാത്ത ഏതെങ്കിലും എണ്ണ എടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടി എല്ലാം കൂടി ഒരുമിച്ചിടേണ്ട, കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തടിത്തവി ഇതില്ലെങ്കിൽ തടിത്തവി ഇട്ടിട്ട് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിയിൽ മുക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതെല്ലാം നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്നത് പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ റമ്മും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായത് നമുക്ക് നോക്കാം. അപ്പോൾ കുക്കർ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ ബട്ടറോ ഓയിലോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു ബ്രഷ് കൊണ്ട് താഴെയും സൈഡിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചൂടുണ്ട്, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ പേപ്പർ വെച്ചാലും മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും അടിയിൽ പിടിക്കുകയൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മുടെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ വേണമെങ്കിൽ സൈഡിലും വെക്കാവുന്നതാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വെള്ള പേപ്പർ വേണം കേട്ടോ എടുക്കാൻ, ന്യൂസ് പേപ്പർ ഒന്നും എടുത്തേക്കല്ലേ. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കൊട്ടിയെടുക്കുക. അതിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പാനിലെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 മണിക്കൂറും 15 മിനിറ്റും എടുത്ത് വേകാൻ. അപ്പോൾ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കൊട്ടി മാറ്റാം. കണ്ടോ, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അമൃതം പൊടിയാണെന്ന് പറയത്തേയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.